തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അങ്ങനെ അവസാനം പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയത്. തീർത്തും സ്വാഗതാർഹമല്ലേ? പ്രതിഷേധങ്ങൾക്കൊടുവിലല്ല, ആദ്യ ദിവസം തന്നെ സർക്കാർ സഹായം നൽകുമെന്ന് തലസ്ഥാനത്തുള്ള മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം അന്നേ അറിയിച്ചത്. ഇന്ന് മന്ത്രിസഭാ യോഗം ഈ വിഷയം പരിഗണിക്കുകയും ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. വൈകാതെ ഈ തുക വിതരണം ചെയ്യും. റെയിൽവേയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ആരോപണമാണ് സർക്കാർ CPM കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾക്കായവരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, റെയിൽവേക്കെതിരെ കൊലക്കുറ്റ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ച സഹായം ഭവ്യ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന് വലിയ ആശ്വാസമാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എന്തായാലും ആമയിഴഞ്ചാൻ തോട്ടിൽ വീണു മരിച്ച ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.